അതെ, അപ്പൊ ആ സമയത്ത് ഒരു മിനിറ്റ്. മാർച്ച് 15 അതന്നെ അത് അപ്പോഴാണ് എഴുതി തരേണ്ടത്. ഇപ്പൊ ഒന്നും പറയണ്ട. അല്ലല്ല 2024 അപ്പൊ എഴുതി വെച്ചാൽ 2000 മാർച്ച് 15. ഒരു ഓ, ഇങ്ങനത്തെ റെക്കോർഡാക്കാൻ 3 ലക്ഷം റുപ്യ. ഭയങ്കര ബുദ്ധിയാണല്ലോ. 3 ലക്ഷം റുപ്യ അത് ആ 15-ാം തീയതി പറയുമ്പോ എഴുതിയിട്ട് ഒക്കെ അങ്ങ് 3 ലക്ഷം റുപ്യ. വിളിക്കാൻ ഇങ്ങോട്ട് നിക്കണ്ട. 3 ലക്ഷം റുപ്യ. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അലിമാണിക്കത്താണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാനൊരു ഹണി ട്രാപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രൊഡക്റ്റ് വിൽപ്പനയുടെ പേരും പറഞ്ഞിട്ട് ഹണി ട്രാപ്പ് നടത്തുന്ന ഒരു വീഡിയോ ഞാൻ കുറെ ദിവസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽപ്പെട്ട ആളുടെ ഒരു വോയിസ് ആണ് ഞാനിപ്പോ നിങ്ങളെ കേൾപ്പിച്ചത്. ഈ സ്ത്രീ ഏകദേശം 6-7 ലക്ഷത്തോളം രൂപ ഇതിൽ നിന്ന് പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. ഈ സ്ത്രീയോട് ഈ പണം ചോദിക്കുന്ന സമയത്ത് ഈ സ്ത്രീ ഇനി ഇങ്ങോട്ടേക്ക് വിളിക്കാൻ പാടില്ല, വിളിച്ചാൽ പരാതി കൊടുക്കും, അല്ലെങ്കിൽ ആത്മഹത്യ ഭീഷണി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ സ്ത്രീ ചെയ്യുന്നത്. ഈ സ്ത്രീ കണ്ണൂരിലാണ് താമസം. കണ്ണൂർ, മട്ടന്നൂർ, ശിവപുരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ത്രീ താമസിക്കുന്നത്. പക്ഷെ ഇത് അവരുടെ വീടല്ല, ഭർത്താവിന്റെ വീടാണ്. പക്ഷെ ഭർത്താവിന്റെ വീടാണെങ്കിൽ ഭർത്താവുമായിട്ട് ഈ സ്ത്രീക്ക് ശരിയുമില്ല. കാരണം കാമുകനോടൊപ്പം ഒളിച്ചോടിയതിന്റെ പേരിൽ ഈ ഭർത്താവ് ഈ സ്ത്രീയെ ഉപേക്ഷിക്കുകയും ഭർത്താവ് വേറെ വിവാഹം ചെയ്യുകയൊക്കെ ചെയ്തു. പക്ഷെ സ്റ്റേ കൊടുത്ത് ആ വീട്ടിൽ താമസിക്കുന്ന സ്ത്രീയാണ്. പക്ഷെ ഈ പണത്തിന്റെ വിഷയം നിരന്തരമായി ഫേസ്ബുക്കിലൂടെയും സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നത് കണ്ട് ഈ സ്ത്രീ അവിടെ നിന്ന് മുങ്ങി വയനാട് ഇവരുടെ തറവാടിലേക്ക് പോയിരിക്കുകയാണ്. സുൽത്താൻ ബത്തേരിയിൽ പുത്തങ്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സ്ത്രീയുടെ തറവാട്. ആ തറവാട്ടിലും ഇവൾക്ക് നിൽക്കാൻ പറ്റാത്തത് കാരണം ഇവൾ ഇപ്പോൾ തമിഴ്നാട്ടിൽ ചേരമ്പാടി, നീലഗിരി ഡിസ്ട്രിക്റ്റിൽ ചേരമ്പാടി എന്ന് പറയുന്ന സഹോദരിയുടെ വീട്ടിൽ സംരക്ഷണം നൽകിയാണ് ഈ സഹോദരിയും സഹോദരിയുടെ ഭർത്താവും. സഹോദരങ്ങളോടും ബന്ധുക്കളോടും പല ആളുകളോടും ബന്ധപ്പെട്ടെങ്കിലും ഈ സ്ത്രീയെ കുറിച്ച് യാതൊരു അറിവും അവർ നൽകുന്നില്ല. അവർ പറയുന്നത് ഈ സ്ത്രീയെ കുറിച്ച് ഞങ്ങൾക്ക് ആർക്കും അറിയണ്ട, അവരുടെ കാര്യങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോളൂ, ഞങ്ങൾക്ക് ആർക്കും അറിയണ്ട, ഞങ്ങളായിട്ട് യാതൊരു ബന്ധവും ഇല്ലാന്ന്. പക്ഷെ ഈ സ്ത്രീയായിട്ട് ബന്ധമില്ലത് ഈ ഒരു സഹോദരിക്കും അതുപോലെ തന്നെ സഹോദരിയുടെ ഭർത്താവിനും സഹോദരിയുടെ മകനും ഈ സ്ത്രീയുടെ ഉമ്മയ്ക്കും 2 മക്കൾക്കുമാണ്, അല്ലാതെ വേറൊരാൾക്കില്ല. പക്ഷെ ഈ സ്ത്രീ ഒരു വർഷത്തിൽ തന്നെ 5-6 സിമ്മുകൾ മാറ്റുകയും ഈ സിമ്മ് മാറ്റുന്നതിന് കാരണം എന്തെങ്കിലും സംസാരിക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്യുക, സിമ്മ് മാറ്റുക, പുതിയ സിം എടുക്കുക, അങ്ങനെ ഏകദേശം 8-10 സിമ്മോളം വർഷങ്ങളോളം മാറ്റുന്ന ഒരു സ്ത്രീയാണ് ഈ സ്ത്രീ. ഇപ്പം ഈ സ്ത്രീയെ പറ്റിയിട്ട് ഒരുപാട് കഥകൾ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. ഫോട്ടോസുകളും വീഡിയോസുകളും പലതും, ഈ സ്ത്രീയുടെ കോപ്രായത്തരങ്ങൾ പലതും നിങ്ങളുടെ മുമ്പിലേക്ക് എത്താൻ നിൽക്കുന്നതേ ഉള്ളൂ. ഞാനിത് ഫസ്റ്റ് ഒരു ഡോസ് എന്നോണം കൊടുക്കുകയാണ്. ഇത് മാത്രമല്ല, പല ആളുകളെയും ഇവർ പറ്റിച്ചിട്ടുണ്ട്. ഇവര് വെരിക്കോസിന്റെ സുക്കേട്, അതുപോലെ തന്നെ രക്തം വർദ്ധിപ്പിക്കുക, അതുപോലെ പല ഐറ്റംസുകൾ വിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് കമ്പനിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്ത്രീയുടെ കൂടെ വേറൊരു സ്ത്രീയും കൂടി ഉണ്ടായിരുന്നു. ഇവർ 2 പേരും കൂടിയിട്ട്. മാത്രമല്ല ഇവരുടെ ഗ്യാങ് ഇവിടെ ഒന്നുമല്ല, ഇവരുടെ പല സ്ഥലങ്ങളിലും ഗ്യാങ് ഉണ്ട്. കാരണം ഈ പോസ്റ്റ് ഇട്ടതിനെ തുടർന്ന് എനക്കും എന്റെ ഭാര്യക്കും നേരെ വളരെ മോശമായ രീതിയിലുള്ള അസഭ്യം പറയലുകളും വധഭീഷണി പോലും അവരുടെ ഭാഗത്തിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. നെറ്റ് കോളിൽ ഫോൺ വിളിച്ചിട്ട്. അത്രയും ഗ്യാങ് സെറ്റപ്പുള്ള ഈ സ്ത്രീകളാണ്. ഇവർക്ക് നേരെ പോലീസിൽ പരാതി കൊടുക്കാൻ പോയാൽ വാദി പ്രതിയാവും. കാരണം അവർ പീഡന പരാതി കൊടുക്കും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. എങ്കിലും പല പോലീസ് സ്റ്റേഷനിലേക്കും മെയിലുകൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ഈ സ്ത്രീയെ പറ്റിയിട്ട് യാതൊരു വിവരവും ഇല്ല. കാരണം ഈ സ്ത്രീ തമിഴ്നാട്ടിലായതുകൊണ്ട് തന്നെ മുങ്ങി നടക്കുകയാണ് ഈ സ്ത്രീ.